നമസ്കാരം. KFCയുടെ 46-ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റിലെ 4 ഘട്ടങ്ങളിൽ അവസാനത്തെ ഘട്ടമാണിത്. ഇപ്പോൾ ഈ ഘട്ടം കൂടി കഴിയുമ്പോൾ ബഡ്ജറ്റ് സൈക്കിൾ പൂർണ്ണമാവും. ഈ ബഡ്ജറ്റ് പുനരവലോകനം അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ ഒന്ന് അക്കൗണ്ടന്റ് ജനറൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കലാണ് ഒരു ഘട്ടം. അപ്പോൾ അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റിൽ രണ്ടാമത്തെ ഘടകം നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അല്ലെങ്കിൽ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ സൂക്ഷ്മ പരിശോധന നടത്തും. മറ്റൊന്നുള്ളത് നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റി എസ്റ്റിമേറ്റുകളുടെ വിശദമായ പരിശോധന നടത്തും. അപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നടപ്പിലാക്കിയതിന് ശേഷം അത് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് നിർബന്ധമാണ്. അത് ബഡ്ജറ്ററി സൈക്കിളിലെ 4th സ്റ്റേജ് ആണ്. അപ്പോൾ അതിൽ ആ റിവ്യൂവിൽ അടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ചെയ്ത് കണക്ക് റിപ്പോർട്ട് തയ്യാറാക്കണം. രണ്ടാമത്തെ, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ സൂക്ഷ്മ പരിശോധന നടത്തണം. മൂന്നാമതായിട്ട് നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റി എസ്റ്റിമേറ്റുകളുടെ വിശദമായ പരിശോധന നടത്തണം. ഇത് മൂന്നും പ്രധാനമായിട്ടും നടക്കേണ്ടതായിട്ടുണ്ട് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൽ. അപ്പൊ ഈ ആദ്യത്തെ നമുക്ക് ഓഡിറ്റിലേക്ക് പോകാം. ഓഡിറ്റിങ്ങിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സർക്കാർ ചെലവഴിക്കുന്ന ഓരോ രൂപയും നിയമസഭ അനുവദിച്ച രീതിയിൽ തന്നെയാണോ ചെലവഴിച്ചത് എന്ന് ഉറപ്പുവരുത്തലാണ് ശരിക്കും ഈ ഓഡിറ്റിന്റെ ലക്ഷ്യം. അതിൽ അപ്രോപ്രിയേഷൻ ഓഡിറ്റ് എന്നാണ് അതിന് ശരിക്കും പറയുന്നത്. അതായത് അപ്രോപ്രിയേഷനുള്ള സംഖ്യകൾ അത് കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇനി അക്കൗണ്ടന്റ് ജനറൽ നടത്തുന്ന ഓഡിറ്റ് ശരിക്കും പല കാര്യങ്ങൾ ചെയ്യും. അതായത് ഒന്ന്, ഈ രേഖകളുടെ പരിശോധന നടത്തും. സർക്കാർ വകുപ്പുകളിലെയും ട്രഷറികളിലെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ, വൗച്ചറുകൾ, മറ്റ് രേഖകൾ എന്നിവ AG പരിശോധിക്കും. മറ്റൊന്ന്, ചെലവുകൾ സർക്കാരിന്റെ സാമ്പത്തിക ചട്ടങ്ങൾക്കും, അതായത് ഫിനാൻഷ്യൽ കോഡിന്റെ അത് ചട്ടങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ കോഡിൽ, അത് പിന്നെ ബഡ്ജറ്റ് അപ്രോപ്രിയേഷൻ അനുസരിച്ചാണോ എന്ന് ഈ AG ഉറപ്പുവരുത്തും ഓഡിറ്റിൽ. ഇനി അനുവദിച്ചാലും കൂടുതൽ തുക ചെലവാക്കുക, അതായത് എക്സസ് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ, പിന്നെ ഉള്ളത് അനുമതി ഇല്ലാത്ത പദ്ധതികൾക്ക് പണം ചെലവാക്കുക, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തുടങ്ങിയവ കണ്ടെത്തിയിട്ട് AG റിപ്പോർട്ട് ചെയ്യും. അതായത് AG ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ എന്തെങ്കിലും ക്രമക്കേടുകളൊക്കെ കണ്ടെത്തും. ആ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ട് വരുന്നത് അനുവദിച്ചതിലും കൂടുതൽ തുക ചെലവാക്കുക, ഒന്ന്. രണ്ടാമത് വരുന്നത് അനുമതിയില്ലാത്ത പദ്ധതികൾക്ക് പണം ചെലവാക്കുക. മൂന്നാമത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ. ഇതെല്ലാം AG ഓഡിറ്റ് കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഓഡിറ്റ് പൂർത്തിയാക്കിയ ശേഷം AG ഓഡിറ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കും. അപ്പോൾ അതിൽ ഒന്നാണ് ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഓഡിറ്റിൽ കണ്ടെത്തിയ പ്രധാന വീഴ്ചകൾ AG ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്ക് അയച്ച് അവരുടെ വിശദീകരണം തേടും ആദ്യം. അതിനുശേഷം ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കും. വകുപ്പുകളുടെ മറുപടി, ഇക്കാര്യങ്ങളിൽ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുള്ള വീഴ്ചകൾക്ക് AG സർക്കാർ വകുപ്പുകൾക്ക് അയച്ച് അവരുടെ വിശദീകരണം കേട്ടതിന് ശേഷം ഒരു ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കും. അപ്പോൾ ആ ഫൈനൽ റിപ്പോർട്ടിൽ വകുപ്പുകളുടെ മറുപടി കൂടി പരിഗണിച്ച ശേഷം ആണ് ഈ അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 151 പ്രകാരം ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച ഈ ഓഡിറ്റ് റിപ്പോർട്ട് AG ഗവർണർക്ക് സമർപ്പിക്കുന്നു. അതിനുശേഷം ഗവർണർ ഈ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കും. ഈ റിപ്പോർട്ടിന് ശേഷമുള്ള നടപടികൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തൊരു ഒരു ചെയിനായിട്ട് വരികയാണ്. AG ഓഡിറ്റ് നടത്തി, ഓഡിറ്റിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയാൽ വകുപ്പിനോട് വിശദീകരണം ചോദിക്കുന്നു, അവരുടെ വിശദീകരണവും കൂടെ കേട്ടിട്ട് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം ഗവർണർക്ക് സമർപ്പിക്കുന്നു. ഗവർണർ അത് പിന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നു. അതിനുശേഷം
പിന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയൊക്കെയാണ് പരിശോധിക്കുന്നത്. പി എസ് സി എന്ന് പറയും, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അത് പ്രതിപക്ഷ അംഗങ്ങളും ഭരണകക്ഷി അംഗങ്ങളും ചേർന്നതാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പിന്നെ അതിൻ പ്രകാരം റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ റിപ്പോർട്ടിന് വീഴ്ചകൾക്ക് അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും വകുപ്പ് മേധാവികളെയും ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെയൊക്കെ കമ്മിറ്റി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. തുടർന്ന് ഭാവിയിലെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സർക്കാരിനോട് ശുപാർശ ചെയ്യും. ഇതാണ് ആ വിഷയം. അതിൽ ഓഡിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് പറഞ്ഞത്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഓഡിറ്റിൻ്റെ ഒരു പ്രൊസീജിയർ. AG ആണ് അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് നടത്തി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ആർട്ടിക്കിൾ 151 പ്രകാരം ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യും. ഗവർണർക്ക് സബ്മിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് ഗവർണർ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നു. പിന്നെ അതിനുള്ള ഫർദർ ആക്ഷൻസ് PSC തരും. PSC സർക്കാരിന് വ്യക്തമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള ശുപാർശകളും നൽകും. ഇനി നമുക്ക് ഇപ്പം പറഞ്ഞ PSC കുറിച്ചാണ് പറഞ്ഞ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതിൽ പിന്നെ നമ്മൾ പറയേണ്ടത് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക വിനിയോഗം പരിശോധിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയാണ് ഈ PSC എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സമിതിയുടെ പ്രധാന കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് നിയമസഭ പാസാക്കിയ ബജറ്റ് കോൺട്രിബ്യൂഷൻസ് വിഹിതം സർക്കാർ ശരിയായ രീതിയിൽ ചെലവഴിച്ചോ എന്ന് പരിശോധിക്കുക. അതാണ് പ്രധാനപ്പെട്ട PSCയുടെ ചുമതല എന്ന് പറയുന്നത്. സർക്കാർ നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻസ്, അതായത് ബജറ്റ് വിഹിതം സർക്കാർ ശരിയായ രീതിയിൽ ചെലവഴിച്ചോ എന്ന് പരിശോധിക്കുന്നതാണ് PSCയുടെ മുഖ്യ ചുമതല. പിന്നെ AGO CAGO ഒക്കെ തയ്യാറാക്കി നിയമസഭയിൽ സമർപ്പിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ, അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്, ഫിനാൻസ് അക്കൗണ്ട്സ് തുടങ്ങിയവയാണ് അത് വരുന്നത്. ഈ സമിതി വിശദമായി പരിശോധിക്കുന്നു. അത് ഞാൻ ഇപ്പം മുന്നേ പറഞ്ഞത് തന്നെയാണ്. അത് പിന്നെ CAGO AGO ഒക്കെ തയ്യാറാക്കി സമർപ്പിക്കുന്ന, ഗവർണർക്ക് സമർപ്പിച്ച് ഗവർണർ നിയമസഭയിൽ വെക്കുന്ന ആ റിപ്പോർട്ട്, അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ഉണ്ടാവും, ഫിനാൻസ് അക്കൗണ്ട്സ് ഉണ്ടാവും. ഇതൊക്കെ സമിതി വിശദമായിട്ട് പരിശോധിക്കും. മറ്റൊന്ന്, ഈ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ പറ്റിയാണ്. അപ്പോൾ മറ്റൊന്ന്, സർക്കാർ ചെലവുകൾ നിയമപരമാണോ, അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടോ, സാമ്പത്തിക ലാഭം പാലിച്ചിട്ടുണ്ടോ എന്നിവ ഈ സമിതി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും. ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, വീഴ്ചകൾ എന്നിവയെക്കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെയും ഉദ്യോഗസ്ഥരെയും നേരിട്ട് വിളിച്ചിട്ട് വിശദീകരണം തേടും PSC. ഇനി ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ എന്താണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപപ്പെടുത്തൽ എങ്ങനെയാണ് ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു നിയമസഭയിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. അതിൽ മന്ത്രിമാരൊന്നും ഉണ്ടായിരിക്കില്ല. നിയമസഭയിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് PSCയിലെ അംഗങ്ങൾ. ചെയർമാൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാളാണ് ഈ സമിതിയുടെ അധ്യക്ഷനായിട്ട് വരാറുള്ളത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ മിക്കവാറും എപ്പോഴും പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാളാകുമ്പോൾ ഇത് സർക്കാരിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു നിഷ്പക്ഷമായ പരിശോധന ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് ഒരു കോൺസെപ്റ്റ്. മറ്റത്, ഇനി അതിലെ ഈ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണെന്ന്, അപ്പോൾ നടപടിക്രമങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കണം. CAG റിപ്പോർട്ടിലെ എല്ലാ പരാമർശങ്ങളും പരിശോധിക്കാൻ സാധിക്കുന്നതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടവും ഗൗരവമായുള്ള വിഷയങ്ങളും സമിതി തിരഞ്ഞെടുക്കും. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, അത് തിരഞ്ഞെടുക്കും. ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥരെയും സമിതി
വിളിച്ചു വരുത്തിയിട്ട് ഇതിനകത്തുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും. അങ്ങനെ ചോദിച്ചറിഞ്ഞ് വിശദീകരണമൊക്കെ മനസ്സിലാക്കി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇത് സൂക്ഷ്മമായി ഈ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പരിശോധിച്ച് സമിതി തന്റെ കണ്ടെത്തലും സമിതിയുടെ കണ്ടെത്തലുകളും ശുപാർശകളും അടങ്ങിയ റിപ്പോർട്ട് നിയമസഭയ്ക്ക് സമർപ്പിക്കും. ഇനി ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ അത് നിയമസഭയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയോ എന്ന് സർക്കാർ പരിശോധിക്കണം. ഇതിനായിട്ട് ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സാധാരണഗതിയിട്ട് സർക്കാർ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പണം എങ്ങനെ ചെലവാക്കുന്നു എന്നതിൽ സർക്കാരിനെ നിയമസഭയോട് ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റലാണ് ശരിക്കും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നത്. അപ്പൊ ഇതുമൂലം എന്തൊക്കെ ഗുണമുണ്ട്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രവർത്തനം മൂലം എക്സസ് എക്സ്പെൻഡിച്ചർ അധിക ചെലവുകൾ ക്രമീകരിക്കാനും സാമ്പത്തിക വീഴ്ചകൾ തിരുത്താനും സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഭരണപരമായ മാറ്റങ്ങൾ വരുത്താനും ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടന്റ് ജനറൽ AG കണ്ടെത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സർക്കാർ വകുപ്പുകളെ കൊണ്ട് മറുപടി പറയിക്കുകയും ഭരണത്തിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു കാവൽക്കാരൻ്റെ റോളാണ് ശരിക്കും ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കുള്ളത്. നമുക്ക് ഇനി പറയാനുള്ളത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ പറ്റിയാണ്. ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ ഈ PACയെ പോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ പോലെ തന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന മറ്റൊരു സമിതിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഇത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PAC പണം ചെലവായതിന് ശേഷമുള്ള പരിശോധനയാണ് നടത്തുന്നത്. എന്നാൽ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെലവുകൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ കാര്യക്ഷമതയോ ആണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബജറ്റ് കോൺട്രിബ്യൂഷൻസ് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാണ് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ലക്ഷ്യം അല്ല ചുമതല എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ബജറ്റിൽ വകയിരുത്തിയ തുക അനാവശ്യമായി ചെലവാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെലവ് കുറയ്ക്കാനും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും എസ്റ്റിമേറ്റ് കമ്മിറ്റി. മറ്റൊന്ന്, പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഭരണപരമായ മാറ്റങ്ങൾ വരുത്തി കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും. പിന്നെയുള്ളത്, സർക്കാർ പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ ബജറ്റ് ലക്ഷ്യങ്ങളുമായി യോജിച്ചതാണോ എന്ന് വിലയിരുത്തും. ഇപ്പൊ ഈ സമിതി എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഒരു പ്രവർത്തന പരിധി അല്ലെങ്കിൽ ഒരു അധികാര പരിധി എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് എല്ലാ സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കാം. എന്നാൽ ഓരോ വർഷവും ചില പ്രത്യേക വകുപ്പുകളെ തിരഞ്ഞെടുത്ത് ആഴത്തിലുള്ള പഠനം നടത്തുകയാണ് സാധാരണ ചെയ്യാറ്. PACയുമായിട്ടുള്ള പ്രധാന വ്യത്യാസം ഇപ്പം ഞാൻ പറഞ്ഞു. PAC പണം ചെലവായ ശേഷം ആണ് ചെലവാക്കുന്ന പ്രക്രിയയുടെ കാര്യക്ഷമം പരിശോധിക്കുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഒക്കെയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി വകുപ്പുകളെ നേരിട്ട് സന്ദർശിക്കുകയും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നിയമസഭയിൽ സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. റിപ്പോർട്ട് അവിടെയും ഇവിടെയും എസ്റ്റിമേറ്റ് കമ്മിറ്റിയും PACയും സമർപ്പിക്കുന്നുണ്ടെന്ന് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ സർക്കാർ വകുപ്പുകൾ ജനങ്ങളുടെ നികുതി പണം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടെന്നും
ഭരണപരമായ അനാസ്ഥകൾ ഒഴിവാക്കി പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ എസ്റ്റിമേറ്റ് കമ്മിറ്റി സഹായിക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിൽ സർക്കാർ വകുപ്പുകളെ നിരന്തരം നിരീക്ഷിക്കുന്ന ഒരു നിർദ്ദേശക സമിതി ആയാണ് നമ്മൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ കാണേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ PSC പറഞ്ഞു, എസ്റ്റിമേറ്റ് കമ്മിറ്റി പറഞ്ഞു. ഇനി പറയാനുള്ളത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ്. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാ അർത്ഥമുണ്ട്. പബ്ലിക് അണ്ടർടേക്കിങ്ങിലാണ്, അതായത് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം. അതാണ് പബ്ലിക് അണ്ടർടേക്കിംഗ്. ആ അർത്ഥം അതിലുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സാമ്പത്തിക നിലയും പരിശോധിക്കുന്നതിനായിട്ട് രൂപീകരിച്ചിരിക്കുന്ന സമിതിയാണ് ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണോ പ്രവർത്തിക്കുന്നത്, അവയുടെ കാര്യക്ഷമത എത്രത്തോളമാണ്, സർക്കാർ ഫണ്ട് ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി പരിശോധിക്കുന്നത്. ഇപ്പോൾ ഈ സമിതിയുടെ പ്രധാന ചുമതല എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ അക്കൗണ്ടന്റ് ജനറൽ തയ്യാറാക്കി നിയമസഭയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവും. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ പരിശോധിക്കും. പിന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രകടനം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രകടനം, അതിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപാദനക്ഷമത, ഈ ഭരണപരമായ കാര്യക്ഷമത എന്നിവയൊക്കെ ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. ഇതിലെന്തെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ എന്നിവയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് തൊഴിലാളി അല്ല അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും മാനേജ്മെന്റിനെയൊക്കെ വിളിച്ച് വിശദീകരണം തേടാനൊക്കെ ഉള്ള അധികാരം ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിക്ക് ഉണ്ട്. സമിതിയുടെ ഒരു അധികാരപരിധി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ KSRTC, KSEB, വിവിധ കോർപ്പറേഷനുകൾ, ബോർഡുകൾ, ഇതെല്ലാം ഈ സമിതിയുടെ, അതായത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്നുണ്ട്. നമുക്ക് സാധാരണഗതി ഇവരുടെ ഒരു നടപടിക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ, സമിതി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലോ പ്ലാന്റുകളിലോ നേരിട്ട് സന്ദർശനം നടത്തിയിട്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്താറുണ്ട്. ഉദ്യോഗസ്ഥരുമായിട്ട്, ആ ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും സെക്രട്ടറിമാരെയും ഒക്കെ വിളിച്ച് പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തും. അതിനുശേഷം സമിതിയുടെ കണ്ടെത്തലും നിർദ്ദേശങ്ങളും അടങ്ങിയ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കും. അപ്പം അതിനുശേഷം സർക്കാർ ആ നിർദ്ദേശങ്ങളുടെ മേലെ നടപടികൾ സ്വീകരിക്കും. ഇതാണ് പ്രധാനമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിയന്ത്രണത്തിൽ ഉള്ള പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, അതിന് CPU എന്നാണ് നമ്മൾ ചുരുക്കി പറയുക. PSC ഉണ്ട്, എസ്റ്റിമേറ്റ് കമ്മിറ്റി ഉണ്ട്, CPU ഉണ്ട്. CPU എന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പണം മുടക്കി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനങ്ങൾക്കൊരു ബാധ്യതയാകാതെ ലാഭകരമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ സമിതിയുടെ ലക്ഷ്യം. മറ്റൊന്ന്, സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ സുതാര്യത കൊണ്ടുവരാൻ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലാണ് സുതാര്യത കൊണ്ടുവരാനും ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കാനും ഈ CPU എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ സഹായിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ PSC, എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, എല്ലാ കമ്മിറ്റികളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടി പറയുമ്പോൾ ഈ ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്ന ഭാഗം നമ്മൾ അവസാനിക്കും.
അതിനുശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.